ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐ പ്ലസ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ആണ്, നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ആൻസർ കീ. അപ്പോൾ പലർക്കും ചിലപ്പം എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ കീ ചിലപ്പം ഇതിനുള്ളിൽ തന്നെ ചിലപ്പം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പം ജസ്റ്റ് ഒരു ആൻസർ കീ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 84 എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 84, ഇതിനകത്ത് ഐഡൻറ്റിഫൈ ദ സിംഗുലർ നൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സിംഗുലർ പ്ലൂറൽ അങ്ങനെ അല്ലേ. ഇപ്പം സിംഗുലർ ഗേൾ ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ എന്താ? ഗേൾസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിംഗുലർ നൗൺ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ ചൈൽഡ് പ്ലേസ് ഇൻ ദ പാർക്ക് എവ്രി ഈവനിങ്. എന്നിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഓപ്ഷൻസിൽ അവർ തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചൈൽഡ് ആണോ, പ്ലേസ് ആണോ, പാർക്കാണോ, ഈവനിങ് ആണോ? ഈവനിങ് എന്താണെങ്കിലും നൗൺ അല്ലല്ലോ, അത് പോയി. പ്ലേസ് എന്നുള്ളത് വേർബാ, അതുമല്ല. അപ്പോൾ ചൈൽഡ് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്താ? ചിൽഡ്രൻ. അതേപോലെ പാർക്ക് എന്ന് പറയുന്നതും സിംഗുലർ ആണ്, പാർക്കിൻ്റെ പ്ലൂറൽ എന്താ? പാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ചൈൽഡും പാർക്കും രണ്ടും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടും സിംഗുലർ നൗൺ ആണ്. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഇല്ലല്ലോ. അപ്പോൾ ചൈൽഡ് സിംഗുലർ ആണ്, പാർക്കും സിംഗുലർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്യുമോ അതോ എക്കും സിക്കും മാർക്ക് കൊടുക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. എനിവേസ് ക്വസ്റ്റ്യൻ നമ്പർ 84ൻ്റെ ആൻസർ ചൈൽഡും വരും, പാർക്കും വരും. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 85, ഗൂസിൻ്റെ പ്ലൂറൽ. ഗൂസിൻ്റെ പ്ലൂറൽ ഗീസ് ആണ്. ഗീസ്, ഗൂസ് സിംഗുലർ ആണ്, അതിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഗീസ്. അടുത്തത് ഓക്സിലറി വേർബ്. ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്പിംഗ് വേർബാണ് അല്ലേ. മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഇവിടെ റൺ എന്ന് പറയുന്നത് മെയിൻ വേർബാ. പിന്നെ ഹാപ്പി, ഹീ ഈസ് ഹാപ്പി, അത് അഡ്ജക്റ്റീവ് ആണ്. ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാ. ഹി വാക്സ് ക്വിക്ക്ലി, എങ്ങനെ നടക്കുന്നു? ക്വിക്ക്ലി, അതെന്തുവാ? അത് അഡ്വേർബ് ആണ്. റൺ എന്ന് പറയുന്നത് വേർബ്, അതായത് മെയിൻ വേർബ്. അപ്പോൾ ഐ വിൽ ഡാൻസ്, ഐ വിൽ ഡാൻസ്, ആ വിൽ എന്താ? വില്ലാണ് ഹെൽപ്പിംഗ് വേർബ്. ഇവിടെ അതൊരു മോഡലാണ്, ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അതൊരു മോഡലാണ്. അപ്പോൾ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് വില്ലാണ്. ഓക്കെ, അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും. മിസ്സേ, ഇസു ആമു ആറും അല്ലെങ്കിൽ വാസും വേറും ഇതൊക്കെയല്ലേ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്? ഇതാണ്, അത് പ്രസൻറ്റിലും പാസ്റ്റിലും ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ വന്നു കഴിഞ്ഞാൽ മോഡൽസ് ആണ്. അപ്പോൾ വില്ലെന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ ഒരു ഓക്സിലറി വേർബാണ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണേ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 എന്നുള്ള സ്ട്രക്ചർ വരണം. ഹാഡ് പ്ലസ് V3 ഇതിനകത്ത് ഏതാ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഓപ്ഷൻ ബി, ഹി ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് വെൻ ഐ അറൈവ്ഡ്. ഓക്കെ, പിന്നെ ഇങ്ങനെ ആലോചിച്ചാലും മതി, 2 പാസ്റ്റ് ആക്ഷൻസ് ഉള്ളപ്പോൾ അതിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. അപ്പോൾ അത് ഹാഡ് പ്ലസ് V3. അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 88 കാണാമല്ലോ അല്ലേ. ഇതിൽ വിച്ച് സെൻറ്റൻസ് കറക്റ്റ്ലി യൂസസ് എ പൊസസീവ് പ്രൊനൗൺ. ഇതിൽ പൊസസീവ് പ്രൊനൗൺ ഏതാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ്. ദിസ് ബുക്ക് ഇസ് മൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബുക്ക് എൻ്റേതാണ്, ഈ ബുക്ക് എൻ്റേതാണ്, അതാണ് ഓപ്ഷൻ എ. മൈൻ എൻ്റേതാണ്, അതെന്തുവാ? അതൊരു പൊസസീവ് പ്രൊനൗൺ ആണ്. ദിസ് ബുക്ക് ഇസ് മൈൻ, കറക്റ്റാ. ദ ക്യാറ്റ് ലിക്സ് ഇറ്റ്സ് ടെയിൽ എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയേനെ, അതിൻ്റെ ടെയിൽ. പക്ഷെ അതവിടെ തന്നിട്ടില്ല. ഹേഴ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, അവളുടേത് ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആണ്. അവളുടേത് ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആണ്. അവളുടേത് എന്താണ് ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്? ഹേഴ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്, അവളുടേതൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആണ്. അപ്പം അവളുടേത്, ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ദ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഇസ് ഹേഴ്സ്, ദ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഇസ് ഹേഴ്സ്. അപ്പോൾ ഈ പെയിൻറ്റിങ് അവളുടേതാണ്. അപ്പോൾ അതിനെ തന്നെ തിരിച്ചിട്ടു, അവളുടേതൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആണ്. അപ്പോൾ സിയും കറക്റ്റാണ്, രണ്ടും ശരിയാണ്, ബോത്ത് എ ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സി തെറ്റാന്ന് പറയത്തില്ല, പക്ഷെ അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ഇസ് ഹേഴ്സ്, ഈ പെയിൻറ്റിങ്
ഈ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് അവളുടേതാണ്, അതിനെ തിരിച്ചിട്ടെന്നേ ഉള്ളൂ. അവളുടേതൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, അവളുടേത്. അപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന പെയിൻറ്റിങ് വളരെ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ദിസ് ബുക്ക് ഇസ് മൈൻ എന്ന് പറയാം, ഹേഴ്സ് ഇസ് എ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. രണ്ടും ശരിയാണ്. ബി ശരിയായനെ ഇറ്റ്സ് ടെയിൽ ആയിരുന്നെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് കറക്റ്റ് സ്പെല്ലിംഗ് അക്കോമഡേറ്റ് ആണ്. ഓക്കെ, അക്കോമഡേറ്റ് ആണ് ഇതിനകത്തെ കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ ബാക്കിയെല്ലാം തെറ്റാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്നും കൂടെ ഒന്ന് നോക്കുക. റിസീവ് എങ്ങനെ എഴുതുന്നത്? റിസീവ്, EI ആണ്, EI, റിസീവ്. ഡെഫിനറ്റ്ലി എന്തുവാ? ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ്ലി, ഡെഫിനറ്റ് എന്ന് എഴുതിയിട്ട് LY കൊടുക്കുക. ഒക്കേഷന് 2 C ഉണ്ട്, ഒക്കേഷൻ ഒരു എസ്സേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത 90 കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ഉണ്ട്. ഇതിലേതിനാ പ്ലൂറൽ ഉള്ളത്? ചെയറിനാ. ചെയറിൻ്റെ പ്ലൂറൽ എന്താ? ചെയേഴ്സ്. ചെയറിൻ്റെ പ്ലൂറൽ ചെയേഴ്സ്. ബാക്കിയൊന്നും കൗണ്ടബിൾ നൗൺ അല്ല, എന്ന് വെച്ചാൽ പ്ലൂറൽ ഇല്ല. ഇനി കറക്റ്റ് ഫോം ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഹി സെഡ് ഐ ആം റീഡിങ് എ ബുക്ക്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആക്കണം. ഹി സെഡ് ദാറ്റ്. ഈ ആം റീഡിങ് എന്താവും? പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസോ? പാസ്റ്റ് കണ്ടിന്യൂസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിക്ക് കുഴപ്പമുണ്ടോ? ഡിക്ക് കുഴപ്പമുണ്ട്, കാരണം ക്വസ്റ്റ്യനിൽ സെഡാ പറഞ്ഞത്, ഇവിടെ സേസാ. അവിടെ ഡി അല്ല, ഓപ്ഷൻ ബി. ഹി സെഡ് ദാറ്റ് ഹി വാസ് റീഡിങ് എ ബുക്ക്. ഓക്കെ, ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കണം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഐ എം റീഡിങ് എ ബുക്ക്, പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മളതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റി. ഓക്കെ, ഇനി 92 ആക്റ്റീവ് വോയിസിൽ ഏതാന്ന് പറയണേ. ആക്റ്റീവ് വോയിസ്. ഏത് ലെറ്റർ വാസ് റിട്ടൺ ബൈ ജോൺ? ബൈ വരുന്നതൊക്കെ പാസീവ് അല്ലേ? ബൈ വരുന്നത്. അപ്പോൾ ബൈ ഇല്ലാത്തത് ഏതാ? ഓപ്ഷൻ സി മാത്രം. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ്. ബാക്കി എല്ലായിടത്തും തേർഡ് ഫോം ഓഫ് വെർബും ഉണ്ട് കേട്ടോ. റിട്ടൺ അല്ലെങ്കിൽ ഈറ്റൺ, ഓപ്പൺഡ്, അതൊക്കെ തേർഡ് ഫോം, അതൊക്കെ പാസീവ് വോയിസാണ്. അപ്പോൾ സി മാത്രമേ ഉള്ളൂ ആക്റ്റീവ് വോയിസിൽ. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ദ ടീച്ചർ എക്സ്പ്ലെയിൻസ് ദ ലെസൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 93 കറക്റ്റ് ഫ്രേസൽ വെർബ്. എന്താണെങ്കിലും നമുക്കറിയാം, ഉറപ്പായിട്ടും ഫ്രേസൽ വെർബ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല. അത് നമുക്ക് എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രേസൽ വെർബ് വരും. അപ്പോൾ ദ ഫയർമെൻ വർ ഏബിൾ ടു ഡാഷ് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്. അതായത് അവർക്ക് കെടുത്താൻ പറ്റി, ആ ഫയർ സ്പ്രെഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർക്കത് കെടുത്താൻ പറ്റി എന്നാണ്. അപ്പോൾ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, വിത്ത് സ്റ്റാൻഡ് ചെയ്യുക എന്നാണ് പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ. പുട്ടപ്പ് അതുമായിട്ട് വിത്ത് സ്റ്റാൻഡ് ചെയ്യാം. ഇനി പുട്ട് ഔട്ട്. ഓക്കെ, പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് കെടുത്തുക. എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയും. കെടുത്തുക, എക്സ്റ്റിങ്ക്യൂഷ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇപ്പം തന്നെ കിട്ടി. ദ ഫയർമെൻ വർ ഏബിൾ ടു പുട്ട് ഔട്ട്. പുട്ട് ഔട്ട്. ഇനി പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്തായാലും പുട്ട് ഓൺ, ധരിക്കുക, വെയർ. ഓക്കെ, വെയർ യുവർ ഡ്രസ്സ് നമ്മൾ പറയത്തില്ലേ? ഇതൊന്ന് ഇട്ടേ, വേഗം ഇതൊന്ന് ഇട്ടേ, ഈ ഡ്രസ്സ് ഒന്ന് ഇടൂ എന്നുള്ളൊരു മീനിങ് ആണ്. പുട്ട് ഓൺ, ധരിക്കുക, ടു വെയർ സംതിങ്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്ന് താഴെ ഇടുക. പുട്ട് ഡൗൺ, അല്ലെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ചെയ്യാവോ, അതൊന്ന് നോട്ട് ചെയ്യാവോ എന്നുള്ളൊരു മീനിങ് ആണ്. ക്യാൻ യു പുട്ട് ഡൗൺ? ഞാൻ ഈ പറയുന്നതൊക്കെ ഒന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാമോ എന്നുള്ളൊരു മീനിങ്ങും പറയാം, അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് ഇടുക എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവും. തീ ആളി കത്തുന്നതിന് മുന്നേ തന്നെ അവർക്കത് കെടുത്താൻ പറ്റി. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. ഓക്കെ, 94 എവിടെയാണ് അഡ്ജക്റ്റീവ് ഉള്ളതെന്ന് പറയണേ. ഏത് സെൻറ്റൻസിനകത്താണ് അഡ്ജക്റ്റീവ്? ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി. എങ്ങനെ ഡ്രൈവ് ചെയ്തു? കെയർഫുള്ളി. ഇത് അഡ്വേർബ് ആണ്. ദ ടോൾ ബിൽഡിംഗ്. വാട്ട് കൈൻഡ് ഓഫ് ബിൽഡിംഗ്? വാട്ട് കൈൻഡ് ഓഫ് എന്ന ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് ദ ടോൾ ബിൽഡിംഗ്. ഹി റോട്ട് എ ലെറ്റർ, ദേ അറൈവ്ഡ് ഏർലി. ഇതൊന്നും അഡ്ജക്റ്റീവ് അല്ല. 95 ഇറഗുലർ വെർബ്. ഈ ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് വെർബ്സാണ് ഉള്ളത്. റെഗുലറും ഇറഗുലറും ഉണ്ട്. റെഗുലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, സേ വാക്ക്. അതിൻ്റെ ഇറഗുലർ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ED കൊടുത്താൽ മതി. വർക്ക്ഡ്, വർക്ക്ഡ്. സോറി, ഇറഗുലർ കണ്ടുപിടിക്കാമെന്നല്ല, അതിൻ്റെ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണെങ്കിൽ നമുക്ക് വേർബ്സ് 3 ഫോം ഇല്ലേ? V1, V2, V3, അങ്ങനെ 3 ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും V1, V2, V3 നമുക്കൊന്ന് കണ്ടുപിടിക്കാം. വാക്കിൻ്റെ പാസ്റ്റ് വർക്ക്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക്ഡ് തന്നെ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ED കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതർ ഫോംസ് നമുക്ക് കിട്ടും.
ലാഫ് ലാഫ്ഡ് ലാഫ്ഡ്, ടോക്ക് ടോക്ഡ് ടോക്ഡ്. അപ്പോൾ പൊതുവെ റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇ ഡി കൊടുത്താൽ മതി, നമുക്ക് റെഗുലർ ഫോം കിട്ടും. സാധാരണഗതിയിൽ ഇ ഡി കൊടുത്തു കഴിഞ്ഞാൽ അത് റെഗുലർ വേർബാണ്. റെഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ ഇ ഡി കൊടുത്താൽ മതി, ഇ ഡി എന്നങ്ങ് ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്താൽ മതി, ഇ ഡി. എന്നാൽ ആ ഇ ഡി ഇടാൻ പറ്റാത്തത് ഇറെഗുലർ വേർബ്സ്. അപ്പോൾ ബൈയുടെ പാസ്റ്റ് എന്താ? ബോട്ടാണ്. V3 അത് ബോട്ട്, ബൈ ബോട്ട് ബോട്ട്. അപ്പോൾ ഇ ഡി ആണോ? അല്ല. അപ്പോൾ റെഗുലർ ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും കിട്ടാൻ ഇ ഡി കൊടുത്താൽ മതി, എന്നാൽ ഇറെഗുലറിനകത്ത് അത് പറ്റില്ല. അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 96 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? 96 ഞാനൊന്ന് ശരിയാക്കിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 96 നിങ്ങൾക്ക് താഴോട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇനി കുഴപ്പം കാണില്ല. ക്വസ്റ്റ്യൻ നമ്പർ 96. യെസ്, ഇതിൽ പ്രൊപ്പോസിഷൻ വെച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാന്ന് പറയണം. പ്രൊപ്പോസിഷൻ വെച്ച് കറക്റ്റ് സെൻറ്റൻസ് ഏതാന്ന് നോക്കണം. ഹീ ഈസ് വെയിറ്റിംഗ് സിൻസ് 2 hours. സിൻസ് എന്ന് പറയും അവിടെ, ഫോർ 2 hours എന്നല്ലേ? ഹി വാസ് ആംഗ്രി ഓൺ മീ ആണോ? ഹി വാസ് ആംഗ്രി വിത്ത് മീ. ദേ ആർ മാരീഡ് ഫോർ 5 years അല്ലേ? പീരീഡ് ആണ്. അപ്പോൾ അതെല്ലാം തെറ്റാ. കറക്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്ന സി ആണ്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഫ്രഞ്ച്. ഇൻ ലേണിംഗ് കേട്ടോ. ലാസ്റ്റ് 2 questions കൂടെ ഉണ്ട്. 97. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് എ കറക്റ്റ് ഇഡിയം. ഇതിൽ ഏതിലാണ് കറക്റ്റ് ഇഡിയം? ഷീ ഹിറ്റ് ദ റൂഫ് വെൻ ഷീ ഹേർഡ് ദ ന്യൂസ്. ഹിറ്റ് ദ റൂഫ്. എന്താണ് ഹിറ്റ് ദ റൂഫ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ദേഷ്യം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ റൂഫിനിട്ട് തട്ടുന്നത്. അപ്പം ഹിറ്റ് ദ റൂഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ന്യൂസ് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നോ? വരാതിരിക്കാം അല്ലേ? ന്യൂസ് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരാതിരിക്കാം. അപ്പോൾ അത് നമുക്ക് ഉറപ്പില്ല, നമുക്ക് കൃത്യം മൂഡ് അറിയത്തില്ല. അപ്പോൾ ബിക്കം ആംഗ്രി എന്നുള്ളതാണ് ഹിറ്റ് ദ റൂഫ് എന്ന് പറഞ്ഞത്. അപ്പം ആ ന്യൂസ് എന്ത് ന്യൂസാണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ദേഷ്യം വരാതിരിക്കാം. അടുത്ത് പുൾഡ് മൈ ലെഗ്. ഹി പുൾഡ് മൈ ലെഗ് ലിറ്ററലി. ഓക്കെ, പുൾ സമ്മൺസ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക എന്നാണ്. അപ്പോൾ എന്നെ കളിയാക്കി ലിറ്ററലി. അപ്പോൾ ലിറ്ററലി എന്നെ കളിയാക്കി എന്നതാണോ? അതോ ദി എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് ബട്ട് ഐ ഫെയിൽഡ്. എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. പക്ഷേ ഞാൻ തോറ്റു. ആ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷെ ഞാൻ തോറ്റുപോയി. അത്രയും ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു, ഞാൻ തോറ്റുപോയി. അപ്പോൾ അതല്ലേ കറക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അല്ലേ? ഐ എം ഫീലിംഗ് അണ്ടർ ദ സീ അല്ല, ഐ എം ഫീലിംഗ് അണ്ടർ ദ വെദർ എന്ന് നമുക്ക് അണ്ടർ ദ സ്കൈ എന്നാന്നിരിക്കുന്നത് അല്ലേ? ഐ എം ഫീലിംഗ് അണ്ടർ ദ വെദർ എന്നാണ് പറയുന്നത്. അണ്ടർ ദ വെദർ എന്ന് പറയുമ്പോഴാണ് അയ്യോ എനിക്ക് വയ്യ. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് വയ്യ. അപ്പം അതാണ് അവിടെ കറക്റ്റായിട്ട് വരുന്നത്. സോ ഇതിൽ കറക്റ്റ് ഇഡിയം ഏതാണ്, ഏതിൻ്റെ ആപ്ലിക്കേഷനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ദി എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക്. ഭയങ്കര ഈസി ആയിരുന്നു, പക്ഷെ ഞാൻ തോറ്റുപോയി. ഇനി ഇതിൽ കറക്റ്റ് ജംബിൾ സെൻറ്റൻസ്, ഒരു വേർഡിൽ തന്നെ മൊത്തം മാറ്റി തിരിച്ചൊക്കെ ഇട്ടിരിക്കും, നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓൾവേസ് പാർക്ക് ദ ഇൻ ഈവനിങ്, അത് മൊത്തത്തിൽ പൊട്ട തെറ്റാ. ഡി വാക്ക് ഇൻ ഈവനിങ് ഓൾവേസ് ദ പാർക്കായി, അതും ഇല്ല. ഇനി സീൽ ഈവനിങ് ഇൻ ഐ ദ പാർക്ക്, അതും തെറ്റാ. പിന്നെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ബി ഇൻ ദ പാർക്ക് ഐ ഓൾവേസ് വാക്ക് ഇൻ ദി ഈവനിങ്. ഓക്കെ, ശരിക്കും വരേണ്ടത് ഐ ഓൾവേസ് വാക്ക് ഇൻ ദ പാർക്ക് ഇൻ ദ ഈവനിങ് എന്നാണ് കറക്റ്റ് സ്ട്രക്ചർ വരേണ്ടത് അങ്ങനെയാണ്. ഐ ഓൾവേസ് വാക്ക് ഇൻ ദ പാർക്ക് ഇൻ ദി ഈവനിങ് എന്ന് വരണം. പക്ഷെ അങ്ങനെ തന്നിട്ടില്ല. പിന്നെ തന്നതിൽ വെച്ച് ഇത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇൻ ദ പാർക്ക്, അതായത് പാർക്കിൽ ഐ ഓൾവേസ് വാക്ക് ഇൻ ദി ഈവനിങ് ആണ് ഞാൻ എപ്പോഴും പാർക്കിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഞാൻ ഈ ആൻസർ കീ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഒരു ക്വസ്റ്റനാണ്, ഞാൻ ആദ്യം തന്ന ക്വസ്റ്റനാണ് നമുക്ക് 2 ഒരു സാധ്യതകൾ ഉള്ളത്. ബാക്കിയെല്ലാം വലിയ പ്രശ്നമില്ല. അതായത് 84 ആണ്, സിംഗുലർ ആണോ അത് ചൈൽഡും പാർക്കും, അതുകൊണ്ട് അത് ക്യാൻസൽ ആവും എന്താണെന്ന് അറിയത്തില്ല. ബാക്കിയെല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് എത്ര കിട്ടി, നിങ്ങളുടെ സ്കോർ എത്രയാണെന്നും കൂടെ ഒന്ന് നിങ്ങളിതിനകത്ത് ഒന്ന് കോമെൻറ്റ് ചെയ്ത് പറയുക.
അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ. ദിസ് ഇസ് റീമ സൈനിങ് ഓഫ്. നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ.